തൃശൂർ വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ മിസ്റ്റർ ഹരീഷ് കെ ആണ്. വി വെൽക്കം യു സർ. അതുപോലെ മറ്റൊരു കാര്യം, ഈ സെഷന്റെ മൊത്തം ദൈർഘ്യം 1 മണിക്കൂറായിരിക്കും. അതിൽ ആദ്യത്തെ 25 മിനിറ്റ് സാറിന്റെ പ്രസന്റേഷൻ ആണ്. അതിനുശേഷമുള്ള 5 മിനിറ്റ് നിങ്ങൾക്ക് സംശയം ചോദിക്കാം. പിന്നീടുള്ള 20 മിനിറ്റ് വീണ്ടും നമ്മൾ പ്രസന്റേഷൻ കണ്ടിന്യൂ ചെയ്യും. ലാസ്റ്റ് 10 മിനിറ്റ്സ് വീണ്ടും നമുക്ക് സംശയങ്ങൾ ചോദിക്കാം. സാർ അതിന് ഉത്തരം തരുന്നതാണ്. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനായി നിങ്ങൾക്ക് സ്ക്രീനിന്റെ താഴെയുള്ള ഓപ്ഷൻസ് ലഭ്യമായിട്ടുള്ള Q&A എന്ന ഓപ്ഷൻ യൂസ് ചെയ്യേണ്ടതാണ്. സോ ഐ എം ഹാൻഡിംഗ് ഓവർ ദി സെഷൻ ടു മിസ്റ്റർ ഹരീഷ് കെ. ഓവർ ടു യു സർ. Thank you, Vishnu. Thank you, NC. Thank you, Esther, for this wonderful opportunity. I think many of know me. I have taken the class master week regarding module 4. I am from Vidya Academy of Science and Technology, Talagudara, Thrissur. This is my college. So we can go on to our module number 5. Today's topic is sheet metal operation. It's actually fifth kind of first module in manufacturing. In the last class, we have discussed about fixtures and different types of cams. So in this topic, in this one, we are going to discuss about what does sheet metal operation is. As Vishnu mentioned, ഒരു 25 മിനിറ്റ് നേരത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് പോകുന്നതായിരിക്കും. അത് നമുക്ക് 5 മിനിറ്റ് നേരം സെഷനായിരിക്കും. പിന്നീടേക്ക് അടുത്തൊരു സെഷൻ ഈ മോഡ്യൂളിനെ നമ്മൾ മൊത്തം 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ ഹാഫ് എന്ന് പറയുന്നത് 25 മിനിറ്റ്. അതിൽ തിരഞ്ഞെടുത്ത എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ പറ്റിയെന്ന് വരിക സമയം നമുക്ക് അനുവദിക്കാത്തതുണ്ട്. സാറിന്റെ വോയിസിൽ ചെറിയൊരു ബ്രേക്ക് ഉണ്ട്. സാറിന് മൈക്ക് ഒന്ന് ക്ലോസ് ആയിട്ട് യൂസ് ചെയ്യാം. ക്ലിയറുണ്ടോ? ഫൈൻ സർ. ഓക്കെ. കേൾക്കുന്നുണ്ടോ? It's fine. Okay. ഓപ്പറേറ്റർ പറഞ്ഞ പോലെ നമ്മൾ 25 മിനിറ്റ് നേരത്തേക്ക് കണ്ടിന്യൂസ് സെഷനായി. അത് കഴിഞ്ഞ് കണ്ടിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത കുറച്ച് ചോദിക്കുന്ന ഓപ്പറേറ്റേഴ്സ് തിരഞ്ഞെടുക്കുന്ന റെലവെന്റ് ആയിട്ടുള്ള എക്സ്പേർട്സ് എല്ലാം ഫിലോസഫി അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വീണ്ടും അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യും. അവസാനത്തെ So let's start with it. Before moving to the sheet metal operations, let me give you some technology trends in manufacturing. The latest technology trends in manufacturing are digital manufacturing and design, then intelligent measuring, then advanced manufacturing process analysis, digital thread implementation, digital thread components, cyber security manufacturing. ഇതൊക്കെയാണ് ടെക്നോളജിയുടെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഈ ടെക്നോളജി ട്രെൻഡ് ഐ തിങ്ക് മൈ വോയിസ് ഇസ് ഓഡിബിൾ. എന്റെ സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. വിഷ്ണു? സർ, ഓഡിയോക്ക് ചെറിയൊരു ഇഷ്യൂ വീണ്ടും ഉണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. വെബ്കാമിന്റെ ഇതിലേക്ക് ഞാൻ ക്ലിയർ ആവുന്നു. ഓക്കെ ആയി കേൾക്കാം.
ചെറിയൊരു ബ്രേക്ക് ഉണ്ട്. കണ്ടിന്യൂ ചെയ്തോളൂ, നമുക്ക് നോക്കാം. Okay. Yes. Digital manufacturing and design and technology. Okay. The latest manufacturing technology printing in the digital manufacturing and design is how computer is evolving into manufacturing. That is, quantum computing is the latest technology which is involved in manufacturing. Just because example പറയുകയാണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് പണ്ട് കാലങ്ങളിൽ മാനുഫാക്ചറിങ് ചെയ്തു കൂട്ടുക എന്നുള്ളതാണ് എല്ലാ മേഖലകളും യൂസ് ചെയ്യുന്നത് പോലെ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒരു സിംപിൾ എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാവുന്ന പറയുകയാണ്. മെഡിക്കൽ ആപ്ലിക്കേഷൻസിലേക്കാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ for example, radiation treatment വേണ്ടി ആണെങ്കിൽ quantum computing latest study കൊടുക്കുന്നത്. How this is used because in ancient days, radiation is a dosage which is given to the patients at a particular dosage with respect to the patient resistance power. But നമ്മളിപ്പോൾ ഒരു 10 ആണ് അതിന്റെ വോള്യൂം എന്ന് വിചാരിക്കുക. ആ 10 കംപ്ലീറ്റ് ആയിട്ടും ആ പേഷ്യന്റിലേക്ക് ഇൻജെക്ട് ചെയ്യണം സാധാരണ. ഇതിന്റെ കേസ് ഓഫ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വന്നതുകൊണ്ട് ഇതിനെ ബില്യൺസ് ട്രീറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ള എമൗണ്ട് ഓഫ് റേഡിയേഷൻസ് മാത്രം കൊടുക്കുന്നതാണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻ ടേം ഓഫ് മെഡിക്കൽ ടേംസ്. ഇനി ഇൻ ടേംസ് ഓഫ് മാനുഫാക്ചറിംഗ് ആണെന്ന് വിചാരിക്കുക, നമുക്കത് മാനുഫാക്ചറിംഗിലേക്ക് അതിനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെഷീനിങ് പ്രോസസ് ചെയ്യാൻ വിചാരിക്കാം. പ്രോസസ് എക്സാമ്പിൾ ഒരു ഡേർട്ടി പ്രോസസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൂള് വർക്കേഴ്സിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് പറയുന്നത് ഹൈലി പ്രിസൈസ്ഡ് ആയിട്ടുള്ള പ്രഷർ ആയിരിക്കും അതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഹൈലി പ്രിസൈസ്ഡ് ആയിട്ടുള്ള പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫിനിഷ് എന്ന് പറയുന്നത് അറ്റൈൻ ചെയ്യേണ്ടത്. That is called quantum computing in manufacturing area. So, ഈ quantum computing involvement of manufacturing sector productivity improve ആവുകയാണ് ചെയ്തത്. Likewise, intelligent machining. Intelligent machining വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെർമിനോളജിയാണ്. എല്ലാ സെക്ടേഴ്സിലും മാനുഫാക്ചറിംഗ് സെക്ടേഴ്സിലും intelligent machining process. Intelligent machining is the computer knows what is the output. Precise ആയിട്ടുള്ള for example നമ്മൾ സ്പേസ് ആപ്ലിക്കേഷൻ വേണ്ടിയിട്ട് ഒരു ഭാഗം മാനുഫാക്ചർ ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഇന്റലിജന്റ് മെഷീൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ they will iterate into billions and trillions times with respect to the requirement അനുസരിച്ച് iterate ചെയ്ത് മെഷീനിങ് process. Then advanced manufacturing process analysis. Process analysis, different types of implementation of manufacturing methods with respect to the implementation of computer numerical controls and other program logical controls, latest logical controls. Then digital thread implementation and its components. That's another technology trend used in manufacturing process. The last one is called three very important cyber security manufacturing. Data supply model എങ്ങനെ നമ്മുടെ ന്യൂസിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പരാതികളും ഒക്കെയാണ് ഈ ഡേറ്റ. So, it is, I'm not involved into that area. What is the importance of data? There are n number of data data collections ഈ സൈബർ
ഇഷ്യൂസിനെ സൈബർ ഇഷ്യൂസ് ദർ ഇസ് എ സൈബർ ഇഷ്യൂസ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡേറ്റ കളക്ഷൻ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ മാനുഫാക്ചറിങ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് ഡേറ്റാസ് ഉണ്ടാവും. നമ്പർ ഓഫ് ഡേറ്റാസിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തിട്ട് റിക്വയർഡ് എമൗണ്ട് ഓഫ് ഡേറ്റയിലേക്കാണ് നമ്മൾ കാര്യങ്ങളിലേക്ക് റിക്വയർഡ് എമൗണ്ട് ഓഫ് ഡേറ്റ തിരഞ്ഞെടുത്ത് ആവശ്യമുള്ള ഡേറ്റ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ടെർമിനോളജി സൈബർ സെക്യൂരിറ്റി മാനുഫാക്ചറിങ് വളരെയധികം ടെക്നോളജി ആയിട്ട് കാര്യങ്ങളാണ്. ടെക്നോളജി ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജോബ് ഓറിയന്റഡ് ആയിട്ട് ഫ്യൂച്ചർ ജോബ് ചാൻസ് വരാൻ കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞ ടെക്നോളജി മാനുഫാക്ചറിങ് ആസ്പെക്ട്. ഇനി അടുത്തൊരു പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസിലേക്ക് കിടക്കുകയാണ്. എന്താണ് ഷീറ്റ് മെറ്റൽ? ഷീറ്റ് മെറ്റൽ ഇസ് നത്തിങ് ബട്ട് ഷീറ്റ് മെറ്റൽ ഇസ് ജനറലി സാധാരണ ഷീറ്റ് മെറ്റൽ എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി 0.4 millimeter to 6 millimeter thickness ഉള്ള പ്ലേറ്റിനെ പറയുന്നതാണ് ഷീറ്റ് മെറ്റൽ. അതായത് ജനറലി 1/8 inch ഉള്ള thickness ഉള്ള ഷീറ്റിനെ പറയുന്നതാണ് ഷീറ്റ് മെറ്റൽ എന്നത്. ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് are carried out on using a set of dies. എങ്ങനെയാണ് ഷീറ്റ് മെറ്റൽ ഉണ്ടാക്കുക എന്ന് ചെയ്യുന്നത്? ഷീറ്റ് മെറ്റലിന്റെ ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഡൈസ്, ഫോർ എക്സാമ്പിൾ ഒരു കാറിന്റെ ഡോർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഡോറിന്റെ ഷേപ്പിൽ ഒരു ഡൈ ഉണ്ടാവും. ആ ഡൈയുടെ മുകളിലേക്ക് ഷീറ്റ് വെച്ച ശേഷം ഒരു റോളുണ്ടോ, ആ റോളറിൽ നിന്ന് ആവശ്യമുള്ള ഷീറ്റ് കട്ട് ചെയ്തെടുത്ത് ആവശ്യമുള്ള ഷീറ്റ് ഈ ഡൈയുടെ മുകളിൽ വെച്ച് സ്റ്റാമ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. Generally considered to be a plate with thickness of 0.4 millimeter. Usually, low carbon steel is commonly utilized. The കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ because of a good strength and formability. So, സാധാരണഗതിയിൽ ഷീറ്റ് മെറ്റലിന്റെ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ ആയിരിക്കും. And the thickness of, I repeat, the thickness of the sheet is between 0.4 1/4 inch. At the maximum 1/8 inch that is the thickness of sheet is basically 1/4 inch എന്നുള്ളത് പറയുമെങ്കിലും സാധാരണ 1/8 inch വരെയുള്ള ഷീറ്റിനെ ഷീറ്റ് മെറ്റൽസ് എന്ന് പറയാറുണ്ട്. So, operations which we performed as woodworking. Okay. Then, various products can be made using this sheet metal, such as automobiles and trucks, airplanes, railway cars, locomotives, farm and construction equipment, large appliances, office furnitures, computer office equipment. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഷീറ്റ് മെറ്റൽ നമ്മുടെ വീട്ടിൽ ഏതൊരു പാർട്ട് എടുത്താലും ഏതെടുത്താലും അതൊക്കെ ഷീറ്റ് മെറ്റലിന്റെ കൺസ്യൂമർ ആപ്ലിക്കേഷൻ പാർട്സ് ആണ്. Airplanes, railway cars, farm and construction. Again, I'm glad to പറയാം. ഞാൻ ഒരു ചെറിയൊരു കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഷീറ്റ് മെറ്റലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. First one is called elongation. Elongation എന്ന് വെച്ച് കഴിഞ്ഞാൽ it is nothing. It is subject to tension. First undergoes uniform elongation and load exceeds the ultimate tensile strength of the material. The specimen begins to neck and thus elongation is no longer uniform. Material usually special sheet forming, high uniform elongation is desirable for good formability. That is one of the important primary characteristics of sheet metal. The second point is yield point elongation. Yield point elongation is for its behavior
low carbon steels and some aluminum magnesium alloys exhibit a behavior called the yield point elongation. There is a elongated depressions on the surface of the sheet, usually stream aging. Although the yield point elongation reappears after a few days, preventing this undesirable occurrence, material should be formed within a certain time limit for the rolling process. In rolling, this is a behavior that is called a sheet metal characteristic. And then another point is called anisotropy is another characteristic. So, one important characteristics in sheet metal. An important factor that influences sheet metal forming is isotropy. It is nothing but it is occur during the thermomechanical processing of the sheet. A sheet is processed by thermally mechanical process. You all heard about in TFT. Hello, sir. Sorry to interrupt in between. Yeah, please. Yeah, please carry. Yes, sir, is it audible? Yeah, it's audible. There's a technical issue. We are അത് റിസോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. solving the issue. Technical issue has happened. Session will resume in minutes. Please wait. സ്വല്പം ക്ലിയർ ആണ്. സാർ കണ്ടിന്യൂ ചെയ്തു. അതെ, ക്ലിയർ ആണ്. കണ്ടിന്യൂ. People clear out. What's the clear? Vishnu? Sir, please continue. Continue to text. Okay. So, sorry for the technical issue. So, I mentioned this. That is sheet metal operation. Sheet metal is nothing. It is generally considered to be one thickness with 0.4 millimeter. That is 0.1 millimeter. 6 millimeter variable thickness. ഷീറ്റിനെ പറയുന്ന പേരാണ് മെറ്റീരിയൽസിനെ പറയുന്നത് ഡൈയുടെ മുകളിലാണ് ഷീറ്റ് ഓപ്പറേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ലോ കാർബൺ സ്റ്റീലാണ് ഷീറ്റ് മെറ്റലിന് ഉപയോഗിക്കുന്ന ലോ കാർബൺ സ്റ്റീൽ ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ കാർബൺ സ്റ്റീൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജനറലി ഗുഡ് സ്ട്രെങ്ത് ആൻഡ് ഫോമബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ലോ കാർബൺ സ്റ്റീൽസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, the sheet metal is 0.4 അത് ഒന്നുകൂടി ശ്രദ്ധിക്കാനുള്ളത് ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. ഓപ്പറേഷൻസ് യൂഷ്വലി പെർഫോംഡ് ആസ് വർക്കിംഗ് ഓപ്പറേഷൻസ്. അതിന്റെ ആപ്ലിക്കേഷൻസിനെ പറ്റിയിട്ടാണ് പല ഓട്ടോമൊബൈൽ റെയിൽവേ farms, small and large appliances, ഉപയോഗിക്കാൻ പറഞ്ഞു. പിന്നെ അഡ്വാൻറ്റേജസ് പറഞ്ഞു ഞാൻ അഡ്വാൻറ്റേജസിലേക്ക് എത്തുമ്പോഴാണ് ഓഡിയോ ഉണ്ടായത്. ഷീറ്റ് മെറ്റലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലോങ്ങേഷൻ നത്തിങ് ബട്ട് elongation എന്ന് വെച്ച് കഴിഞ്ഞാൽ you all heard about it. Mechanism also. Is subjected to tension first undergo elongation. The load exceeds the ultimate tensile strength of the material. The specimen begins in the and thus elongation is more uniform. That means material usually stretch in sheet forming high uniform design characteristics process for sheet metal. Yield point elongation എന്ന് വെച്ച് കഴിഞ്ഞാൽ low carbon steels aluminum magnesium alloys exhibit behavior called low carbon then anisotropy is the form important factor that form is anisotropy, that is directionality of sheet internal structure directionality. It is occurred during the thermomechanical process of the sheet.
thermomechanical processes. What heard about this word TMT bar? TMT bar എന്ന് വെച്ചാൽ thermomechanically heated steels എന്നാണ് കേൾക്കുന്നത്. Thermally mechanically heated steels ആണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ the characteristics of that material will improve. That is the main advantage of what a material process. That's called an isotropy. Then there are two types of isotropy: crystallography and crystallographic anisotropy in the parent. For the next, preferred orientation of brain stem by the so uh, uh, orientation with respect to that, the anisotropic behavior, which always possesses heat metal characteristics, and grain size is mentioned in the metallurgy to get a problem. Then it affects the mechanical properties and it influences the surface appearance of forward particles. Then again, characteristics of sheet metal is another characteristic. Heat crystals exist such a way that rigidity and over temperature. Sir, please continue. Hello. Yeah. Okay. 1 minute. 1 minute. Okay. നിങ്ങൾക്ക് ഇതുവരെ സെഷനിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ QA എന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതിനിപ്പോൾ തന്നെ സാർ ഉത്തരം തരുന്നതാണ്. Fine, sir. Sir, continue ചെയ്തോളൂ, കുഴപ്പമില്ല. Yes. So we discussed about the dead resistance of heat metals is the last point, and then the next is called wriggling. Wriggling is nothing but the way in which conditioning of metal parts to working at a compressive process. This can be controlled by proper tool and die design. That's what is called swing factor. Wriggling നമ്മൾ വരുന്ന പോലെ ഉള്ള wriggling എന്ന് പറയുന്നത് against some deformation.
Hello, sir. Wait. ശരിയാക്കാം. Sir, എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നാണ് അവര് ചാറ്റില് പറയുന്നത്. അതൊന്നെങ്കിൽ ആ മൊബൈലിൽ ഒന്ന് ലോഗിൻ ചെയ്ത് Okay, wait. Dear students, can use this time for asking the questions from the topic manufacturing technology. This topic is sheet metal operation. You can use the Q&A option. Is it audible? മൊബൈൽ ലിങ്കിലൊന്ന് ജോയിൻ ചെയ്യൂ. Wait. That's off ആവുന്നു. Today's session is handled by Mr. Harish K. He is a MTech holder in designing. He has a PG diploma in guidance and counseling. He has an MBA in ETHA, and he has MSc in psychology. He is currently working as an assistant professor in Department of Mechanical Engineering, Vidya Academy of Science and Technology, Thrissur. He has a working experience of 11 years, also an industrial experience of 1.5 years. Department of teaching is highly passionate in corporate training and psychological counseling. He has conducted many soft skill sessions to corporates, and here he is also practicing counseling, psychology, and HR consultancy. He is a very good faculty. There is a technical issue, and we are trying to solve this. Please cooperate. ദയവായി ഈ സമയം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ QA സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ ഈ സെഷന്റെ വീഡിയോ ഞങ്ങൾ യൂട്യൂബ് ചാനലായ ASAP സ്കിൽ പാർക്സ് കേരള എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് സ്ട്രീം ചെയ്ത് കാണാവുന്നതാണ്. ദയവായി ക്ഷമിക്കുക. നിരവധി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതിനുള്ള ഉത്തരമെല്ലാം ഈ സെഷന്റെ അവസാനം തരാൻ ശ്രമിക്കുന്നതാണ്. ദയവായി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിന്റെ താഴെയുള്ള QA എന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ചെറിയൊരു ടെക്നിക്കൽ ഗ്ലിച്ചാണ്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ശ്രമിക്കാം. ദയവായി സഹകരിക്കുക.
കേൾക്കാമോ കേൾക്കാമോ സംസാരിച്ചോളൂ കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോളൂ സാർ. ഓക്കെ, ഫൈൻ. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ക്ലാസ് അല്ലേ? സാർ ലാപ്ടോപ്പ് ഒന്ന് മീറ്റ് ചെയ്യാമോ സാർ? തീർച്ചയായിട്ടും ക്ലാസ് ഇപ്പോ ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? സാർ ഇറ്റ്സ് ഫൈൻ, കണ്ടിന്യൂ പ്ലീസ്. സ്റ്റുഡൻസ് ഐ എം വെരി സോറി, ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്തു അവിടുന്ന് വീണ്ടും പഴയ പോലെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ നേരത്തെ ഇവിടെയാണ് ഈ സ്റ്റോപ്പ് ഹിയർ. ദാറ്റ് ഈസ് different types of characteristics പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. So we are starting here again. That is elongation, yield point, then anisotropy, grain size, ഈ കാര്യത്തെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ പോകണം. ഇപ്പോൾ എല്ലാവർക്കും കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. വിഷ്ണു ഓക്കെ? ആ സാർ ഇപ്പൊ ഫൈൻ ആണ്. ഇടയ്ക്ക് രണ്ടതോടെ ആയെങ്കിലും ഇപ്പൊ ഫൈൻ ആണ്. സാറിന് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമ്മൾ ഇന്നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു 10 minutes ആയിട്ട് കണക്കാക്കിയാൽ മതി. നമുക്കുള്ള ഒരു 15 minutes ആണ് ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇടയിൽ വെച്ച് കുറെ ബ്രേക്ക് വന്നു. നമുക്കിനി സോ ഷീറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. The first one is called elongation. We discussed and yield point, elongation, anisotropy, grain size, then resistance, wrinkling വരെയാണ് ഞാൻ നോക്കിയത്. ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. റിംഗ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റ് മെറ്റലിൽ വരുന്ന ഒരു ബേബി ക്യാരക്ടറിസ്റ്റിക്സ് റിംഗ്ലിംഗ്. അതായത് ഷീറ്റ് മെറ്റൽ ഒരു റോളർ മില്ലിനകത്തേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആ റോളർ മില്ലിൽ ഷീറ്റ് മെറ്റൽ സ്റ്റക്ക് ഔട്ട് ചെയ്യും. അതോടൊപ്പം ആ ഷീറ്റ് മെറ്റലിൽ ഉണ്ടാവുന്ന any type of effect ഒരു കംപ്രസീവ് സ്ട്രെസ് കാരണം ഉണ്ടാവുന്ന ഒരു ഡിഫക്റ്റ് റോളിംഗ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് wrinkling can be controlled by proper tool and die design. That is the one of the main characteristics of sheet metal. Then again, next is spring back. All materials have a finite modulus of elasticity. That means a plastic deformation is followed by some elastic recovery when the load is removed. Is bending. In bending, this recovery is called a spring back. വളരെ സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളൊരു ഷീറ്റ് മെറ്റലിലേക്ക് ഒരു ലോഡ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഡിഫോർമേഷൻ ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ സം ഇലാസ്റ്റിക് റിക്കവറി വെൻ ലോഡ് ഇസ് ബീയിങ് യൂസ്ഡ്. ലോഡ് മാറുന്ന സമയത്ത് പഴയ പല ഫോമിലേക്ക് വരുന്നതിനാണ് നമ്മൾ സ്പ്രിംഗ് ബാക്ക് എന്ന് പറയും. അപ്പോൾ we discussed about various type of sheet metal characteristics, elongation, yield point elongation, and then anisotropy, then grain size, then resistance of sheet metal, and wrinkling and spring back. ഇനി കുറച്ച് ടെക്സ്റ്റ് ഒരു പോയിന്റിലേക്ക് കിടക്കുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് bending process in sheet metal. Bending is nothing but it is a process by which a metal is worked into a curved length. Is called bending
in sheet metal. During this bending operation, there should be an allowance. The length of material's curved section or bent area has to be calculated. ഇതിനൊരു അലവൻസിനെ പറയുന്നതിനാണ് ബെൻഡ് അലവൻസ് എന്ന് ബെൻഡിങ് പ്രോസസ്സിൽ നോർമലി പറയാറുണ്ട്. ഈ അതിന്റെ ടെർമിനോളജിയിലേക്ക് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ the first thing is bendability എന്ന് പറയും. Bendability എന്ന് വെച്ച് കഴിഞ്ഞാൽ it is a property of a metal being easily bent without breaking. ഒരു ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഷീറ്റിന്റെ എബിലിറ്റി ഓഫ് ദാറ്റ് ഷീറ്റ് to be formed without breaking is called bendability എന്ന് പറയുന്നത്. ഇതിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു ഷീറ്റിനെ നമ്മൾ എക്സാമ്പിൾ ഒരു 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ഷീറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 1 മീറ്റർ ലെങ്ത് ഉള്ള ഷീറ്റിന് നമ്മൾ ഒന്ന് ബെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കും. ബെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഷീറ്റ് മെറ്റലിന്റെ ഏതെങ്കിലും ഒരു മിഡിൽ പോയിന്റിലായിരിക്കും ബെൻഡ് ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ്ലി ആ ബെൻഡ് ചെയ്യുന്ന ആ ഒരു റേഡിയസിനെ പറയുന്ന പേരാണ് ബെൻഡിങ് റേഡിയസ് എന്ന് പറയും. ദാറ്റ് ഈസ് അപ്പോൾ അവിടെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഷീറ്റ് മെറ്റലിന്റെ തിക്നെസ്സും അതേപോലെ തന്നെ ഇതിന്റെ ബെൻഡ് റേഡിയസും പിന്നെ വേറൊരു ഫാക്ടർ കൂടി അവിടെ കൺസിഡർ ചെയ്യുന്നത് ടെൻസൈൽ റിഡക്ഷൻ ഓഫ് ദാറ്റ് ഷീറ്റ് മെറ്റൽ. സോ the ability or a property of a metal being easily bent without breaking while considering all these constraints is called a bendability. Here, then again, ഒരു ഷീറ്റിനെ നമുക്ക് പെർട്ടിക്കുലർ ഷേപ്പിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ the force which is used for that eliminate by assuming the process is one of simply bending or a force, a bending force for sheet and plates can be estimated by assuming that the process is one is called the force which is required is called a bending force. അതിന് കുറച്ച് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് ഉണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ. അതിൽ ഇത്ര ലെങ്ത് ഓഫ് ദാറ്റ് ഷീറ്റ് ഒരു കൺസ്ട്രെയിൻഡ് ഫാക്ടറാണ്, തിക്നെസ് ഒരു കൺസ്ട്രെയിൻഡ് ഫാക്ടറാണ്, പിന്നെ അതേപോലെ തന്നെ ഡൈ ഓപ്പണിംഗ് ഒരു കൺസ്ട്രെയിൻഡ് ഫാക്ടറാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 3 കാര്യങ്ങൾ ബെൻഡിങ്, ബെൻഡബിലിറ്റി, ബെൻഡിങ് ഫോഴ്സ്. ഒരു കാര്യങ്ങൾ കൂടി that is called a spring back എന്ന് പറയും. സ്പ്രിംഗ് ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെൻഡിങ് ഓപ്പറേഷന്റെ എൻഡിൽ ഈ പ്രഷർ റിലീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് റിക്കവറി ഓഫ് മെറ്റൽ causing decreases in the bent angle. Such metal movement is called spring back. Okay. So these are the four important terminology in sheet metal bending characteristics. ഒരു ഷീറ്റ് മെറ്റലിനെ നമ്മൾ ഫോമിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബേസിക്സ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിന്റെ കൂട്ടത്തിൽ പറയുന്ന 4 കാര്യങ്ങളാണ് ബെൻഡിങ്, ബെൻഡബിലിറ്റി, ബെൻഡിങ് ഫോഴ്സ്, സ്പ്രിംഗ് ബാക്ക് എന്ന് പറയുന്നത്. കൂടി പറഞ്ഞ് നമുക്ക് അടുത്തൊരു സെഷനിലേക്ക് പോവാം. ബെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ് ബൈ വിച്ച് എ സ്ട്രെയിറ്റ് മെറ്റൽ ഈസ് വർക്ക്ഡ് ഇൻടു എ കർവ്ഡ് ലെങ്ത്. The ability or the property of a metal being easily bent without breaking is called bendability. The minimum force or required force for sheet and plates can be estimated by assuming that the process is one of symbol being a rectangular, say example, a rectangular beam or some other part that is called that required force is called a bending force. Bendability കുള്ള ടെർമിനോളജി എന്ന് പറയുന്നത് മിനിമം ബെൻഡ് റേഡിയസ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ ടെൻസൈൽ റിഡക്ഷൻ ഓഫ് ദ ഷീറ്റ് മെറ്റലും ഒരു കൺസിഡറബിൾ ഫാക്ടർ തന്നെയാണ്.
പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പ്രിംഗ് ബാക്ക് എന്ന് പറയുന്നത് at the end of the bending operation, the pressure on the metal is released. There's an elastic recovery of the metal causing decrease in the bend angle. Such movement is called a spring back. So this is the basic terminology used in sheet metal operation. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഷീറ്റ് മെറ്റലിന്റെ ശരിക്കും ഒരു ഫോമിംഗ് ഓപ്പറേഷൻസിലേക്ക് ടെർമിനോളജി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ഫോമിംഗ് ഓപ്പറേഷൻസിലേക്ക് കിടക്കും. ഈ ഫോമിംഗ് ഓപ്പറേഷൻസിന്റെ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോമിംഗ് ഓപ്പറേഷൻ ഷീറ്റ് മെറ്റൽ ഫോമിംഗ് ഓപ്പറേഷൻ പറയുന്ന പേരാണ് പ്രസ് ബ്രേക്കിംഗ് ഫോമിംഗ്. പ്രസ് ബ്രേക്ക് ഫോമിംഗ്. എന്താണ് ഈ പ്രസ് ബ്രേക്ക് ഫോമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ ഒരു പഞ്ചുണ്ട്. ദിസ് ഇസ് കോൾഡ് വർക്ക് പീസ്. ഒരു ഷീറ്റ് മെറ്റൽ 0.4 മുതൽ 6 മില്ലിമീറ്റർ വരെ പീസ് ഒരു ഡൈ ബ്ലോക്കിന്റെ മുന്നിലേക്ക് വെച്ച ശേഷം എന്ത് ചെയ്യുന്നു, ഈ ഒരു പഞ്ചിനെ ഈ ഷീറ്റ് മെറ്റലിന്റെ മുകളിലേക്ക് ഫോഴ്സ് ചെയ്യും. അപ്പൊ ഫോഴ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൺസിഡറബിൾ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബെൻഡിങ് ഫോഴ്സ്, അതേപോലെ തന്നെ ബെൻഡിബിലിറ്റി, അതുപോലെ തന്നെ സ്പ്രിംഗ് ബാക്ക്, ഇത്രയും കാര്യങ്ങൾ അനുസരിച്ച് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് എഞ്ചിനീയർ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരു വർക്ക് പീസിന് ബെൻഡ് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ റിക്വയർഡ് ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം എങ്കിൽ ഈ ഒരു എക്സാമ്പിൾ സ്പ്രിംഗ് ബാക്ക്, നമ്മളൊരു കാറിന്റെ ബോണറ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കും. ഈ ഡൈയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഡൈയുടെ ഷേപ്പ് ബോണറ്റിന്റെ ഷേപ്പ് ആയിരിക്കും. നമ്മൾ ഈ ഡൈയുടെ മുകളിൽ ഒരു ഫ്ലാറ്റ് ഷീറ്റ് വെച്ച് ഫ്ലാറ്റ് ഷീറ്റിന്റെ തിക്നെസ് മേബി 0.4 മുതൽ 6 മില്ലിമീറ്റർ വരെ തിക്നെസ്സുള്ള ഷീറ്റ് വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ ഈ ലോ കാർബൺ സ്റ്റീൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഈ ഷീറ്റ് എന്താവും, ആ ഡൈ എന്താണോ ഷേപ്പ് ആ ഷേപ്പിലേക്ക് ഫോം ആയിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ തൊട്ട് മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ പോയിന്റുകളിലെല്ലാം ഒരു കൺസിഡറബിൾ ഫാക്ടർ ആയിരിക്കണം. അതായത് ബെൻഡിങ് ഫോഴ്സ്, സ്പ്രിംഗ് ബാക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ കൺസിഡറബിൾ ഫാക്ടർ ആയിരിക്കണം. കാരണം സ്പ്രിംഗ് ബാക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. സ്പ്രിംഗ് ബാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈയുടെ പഞ്ച് എടുത്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവുമല്ലോ, ഈ ഡൈയുടെ ഷേപ്പിലേക്ക് അത് ഫോം ആവില്ല. വീണ്ടും പഴയ പോലെ ഇലാസ്റ്റിക് ഫോർമേഷൻ ആയ കാരണം എന്താവുന്നു, ഒരു ഫ്ലാറ്റ് ഷേപ്പ് ആയിരിക്കും മാറുകയും ചെയ്യും. അതുകൊണ്ട് ഇത്രയും കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഈ വർക്ക് പീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിന്റെ ഒരു ഡൈയുടെ ഷേപ്പിലേക്ക് ഇതിനെ ഫോം ചെയ്യാൻ പറ്റും. അപ്പൊ അത് ആദ്യത്തെ ഓപ്പറേഷൻ ആണ് പ്രസ് ബ്രേക്ക് ഫോമിംഗ്. ഈ പ്രസ് ബ്രേക്ക് ഫോമിംഗ് is one of the oldest mechanical deformation process. During this process, a sheet metal is formed along a straight axis. This may be accomplished by a V-shaped or U-shaped channel-shaped punch. This is called a die set. And by using a pneumatic or hydraulic forces, the press or the sponge is being pressed over the workpiece such a way that this sheet will get elongated and it will get formed with respect to the die design. The main benefit of the bending is uses much less force than other methods. Then again, ഈ ഒരു പ്രസ് ബ്രേക്ക് ഫോമിംഗ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഷേപ്പ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് പഞ്ചാണോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഷേപ്പിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ വി ചാനൽ ഉണ്ടാക്കാം, യു ചാനൽ ഉണ്ടാക്കാം, 90 ഡിഗ്രി റിബ് ഫോം ഉണ്ടാക്കാം, ഷോർട്ട് ചാനൽ ഉണ്ടാക്കാം, ഓഫ്സെറ്റ് ചാനൽ ഉണ്ടാക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഫോമിംഗ് മെത്തേഡാണ് ഷീറ്റ് മെറ്റൽ ഫോമിംഗ് മെത്തേഡാണ് പ്രസ് ബ്രേക്ക് ഫോമിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ as you can see in the figure, the tooling is simple. Their motions are up and down, and they easily are adaptable to a wide variety of shapes.
the process can be automated easily for a low cost, high production runs. So this is the press breaker forming methodology. Clear? ഇനി നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആസ്പെക്റ്റിലേക്ക് ട്യൂബ് ബെൻഡിങ്. ട്യൂബ് ബെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇൻ ദിസ് പിക്ചർ. നമുക്ക് ഒരു ട്യൂബിനെ ബെൻഡ് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിക്കും. ഏറ്റവും ടഫായിട്ടുള്ള ഒരു മാനുഫാക്ചറിങ്, ടഫ് എന്ന് പറയില്ല, ഏറ്റവും കൂടുതൽ മെക്കാനിക്സ് അപ്ലൈ ചെയ്യുന്ന ഒരു മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ട്യൂബ് ബെൻഡിങ് എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെൻഡ് ആവുന്ന ഭാഗത്ത്, എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഈ ബെൻഡ് ആവുന്ന ഭാഗത്ത് ഒരു ട്യൂബ് ബെൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ബെൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കൂടുതൽ ഇലോങ്ങേഷൻ ഉണ്ടാവാൻ പാടില്ല, യൂണിഫോം ഇലോങ്ങേഷൻ ഉണ്ടാവാൻ പാടില്ല. എക്സാമ്പിൾ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലാണ് ഉപയോഗിക്കുന്നത് ഈ ട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ക്രാക്കോ ഇന്റേണൽ ഡിഫക്റ്റോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഡിസാസ്റ്റർ ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ട്യൂബ് ബെൻഡിങ് എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ, ഹൈ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിംഗ് ഓപ്പറേഷൻസ് ആണ് ട്യൂബ് ബെൻഡിങ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയില് 3 ടൈപ്പ് ഓഫ് ട്യൂബ് ബെൻഡിങ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെച്ച് ബെൻഡിങ്, ഡ്രോ ബെൻഡിങ് ആൻഡ് കംപ്രഷൻ ബെൻഡിങ്. Let's discuss on stretch bending എന്താണ്. സ്ട്രെച്ച് ബെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈ ബ്ലോക്ക് ഉണ്ടാവും. ഈ ഡൈ ബ്ലോക്കിൽ ഒരു ട്യൂബിനെ കൊണ്ടുവച്ച ശേഷം ഇതൊരു കോൾഡ് ബെൻഡിങ് ടെക്നിക്കാണ്, ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോൾഡ് ബെൻഡിങ് ടെക്നിക്കാണ് സ്ട്രെച്ച് ബെൻഡിങ്. ആൻഡ് അഗെയിൻ ഇറ്റ് ഈസ് കോൾഡ് എ വെരി അക്യുറേറ്റ് technique developed in many industry, used because of benefits in product and many example. Stretch bending എവിടെയാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരുന്ന എല്ലാ ഇൻഡസ്ട്രീസിലും സ്ട്രെച്ച് ബെൻഡിങ്സ് ഉപയോഗിക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറോസ്പേസ് ആപ്ലിക്കേഷൻസ്, സ്പേസ് ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ മെറൈൻ ആപ്ലിക്കേഷൻസ്, ഇവിടെയൊക്കെ ഈ സ്ട്രെച്ച് ബെൻഡിങ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഡിഫക്റ്റ് കൂടി അതിലുണ്ടാവാൻ പാടില്ല. ബിക്കോസ് ഒരു ചെറിയ ഡിഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ക്രാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ഇംപ്രോപ്പർ ഡെൻഡോ പിറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ്സ് ലീഡ്സ് ടു ഹൈ ഡിസാസ്റ്റർ. കാരണം ഹൈ പ്രിസൈസ്ഡ് ആപ്ലിക്കേഷൻ ആണ്. ഇവിടെ എല്ലാവരുടെയും നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ പ്രിസൈസ്ഡ് ബെൻഡിങ് ഓപ്പറേഷൻസ് നമുക്ക് വേണ്ടത്. അവിടെയാണ് സ്ട്രെച്ച് ബെൻഡിങ് ഉപയോഗിക്കുക. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞാൽ ആദ്യം ഒരു ഫോം ബ്ലോക്ക് ഉണ്ടാവും. ഈ ഫോം ബ്ലോക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ആൻവിൽ. ഈ ആൻവിലിലേക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോം ബ്ലോക്ക് ഫിക്സ്ഡ് ആയി. ഈ ഫോം ബ്ലോക്കിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ബെൻഡ് ചെയ്യേണ്ട പൈപ്പിനെ രണ്ട് എൻഡിലും, ബെൻഡ് ചെയ്യേണ്ട പൈപ്പിന്റെ രണ്ട് എൻഡിലും, one end here and one end here, ഇവിടെ ഒരു എൻഡ് ഇവിടെ ഒരു എൻഡിലും ജോ സ്വിച്ച് ചെയ്ത ശേഷം എന്ത് ചെയ്തു, ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള ഈ ഫോം ബ്ലോക്കിലേക്ക് ഈ ഫോം ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് പ്രസ് ചെയ്യുന്നു. Such a way that this tube will form with respect to the force one we have applied. Stretch bending is complex, that is highly advanced stretch bending machines പറയുന്നു 20 kilo to 60 kilo വരെയുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഫോം ബ്ലോക്ക് ഫിക്സ്ഡ് ആയിരിക്കും, ഇത് മൂവ് ചെയ്യും. ദിസ് ഇസ് ഫിക്സ്ഡ് ഹിയർ. ഈ ഫിക്സ് ചെയ്തിട്ടുള്ള ഫോം ബ്ലോക്കിന് മുകളിലേക്ക് ഒരു ട്യൂബിലെ രണ്ടറ്റത്തും ജോസ് കൊണ്ട് ഫിക്സ് ചെയ്തിട്ട് ആ ഫിക്സ് ചെയ്തിട്ടുള്ള ജോസ് കൊണ്ട് അകത്തേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് എങ്ങനെ സ്ട്രെച്ച് ചെയ്യിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ
the tube will bend with respect to the force what we have applied. That is called stretch bending. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ബെൻഡിങ് ആണ് ദാറ്റ് ഈസ് കോൾഡ് ഡ്രോ ബെൻഡിങ്. നിങ്ങൾക്ക് പിക്ചർ കാണാം ഡ്രോ ബെൻഡിങ്. ഈ ഡ്രോ ബെൻഡിങ്ങിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്ട്രെച്ച് ബെൻഡിങ്ങിൽ ഈ ബ്ലോക്ക് ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഡ്രോ ബെൻഡിങ്ങിൽ ബ്ലോക്ക് ഫിക്സ്ഡ് ആയിരിക്കില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രഷർ ബാർ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു ക്ലാമ്പും ഉണ്ടാവും. ഈ പ്രഷർ ബാറും ക്ലാമ്പും ഈ ബെൻഡ് ചെയ്യേണ്ട ട്യൂബിനെ ഒന്ന് ചാനലൈസ് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഈ ഡൈ ബ്ലോക്കിനെ ഒരു റൊട്ടേഷൻ പ്രോസസ് ചെയ്യുന്നു. അപ്പൊ ഡൈ ബ്ലോക്കിന് ഒരു റൊട്ടേഷൻ പ്രോസസ്സിംഗ് കൊടുക്കുന്ന സമയത്ത് what happens is the tube will get automatically bent with respect to the die block design. Die block design എന്താണോ ആ die block ഡിസൈനിലേക്ക് ഓട്ടോമാറ്റിക്കലി ബെൻഡ് ആവുകയാണ് ചെയ്യും. കാരണം ഒരു പ്രഷർ ബാർ ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു ക്ലാമ്പും ഉണ്ട്. ഈ ക്ലാമ്പും പ്രഷർ ബാറും ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഈ ഡൈ ബ്ലോക്ക് ആയിരിക്കും ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ സിമ്പിളായിട്ട് പറയാം, സ്ട്രെച്ച് ബെൻഡിങ്ങിൽ ഡൈ ബ്ലോക്ക് ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഡ്രോ ബെൻഡിങ്ങിൽ ഡൈ ബ്ലോക്ക് ഫിക്സ്ഡ് ആവില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡൈ ബ്ലോക്കിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. Then again, the third type of bending is called compression bending. ഈ കംപ്രഷൻ ബെൻഡിങ്ങിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംബും ഡൈ ബ്ലോക്കും ഫിക്സ്ഡ് ആയിരിക്കും. ഒരു വൈപ്പർ ഷൂ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആപ്ലിക്കേഷൻ ബാർ ഉണ്ട്. ഈ ഫോഴ്സ് ആപ്ലിക്കേഷൻ ബാർ എന്ത് ചെയ്യുന്നത് അതൊക്കെ ഈ ട്യൂബിന്റെ മുകളിലൂടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യും. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഫോം ബ്ലോക്കിന്റെ ഷേപ്പ് ഏതാണോ ആ ഫോം ബ്ലോക്കിന്റെ ഷേപ്പിലേക്ക് ഇത് ബെൻഡ് ആയി വരികയാണ് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ബെൻഡിങ് ഇസ് കോൾഡ് കംപ്രഷൻ ബെൻഡിങ്. ഇത് മൂന്നും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പറഞ്ഞ് പറ്റുമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇത് കാണിച്ചു തരാം. സ്ട്രെച്ച് ബെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൈ ബ്ലോക്ക് ഫിക്സ്ഡ് ആയിരിക്കും. ആ ഡൈ ബ്ലോക്കിലേക്ക് രണ്ട് ജോ ഫിക്സ് ചെയ്ത ശേഷം രണ്ടെങ്കിലും ജോ ഫിക്സ് ചെയ്ത ശേഷം അതിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. സോ ഇറ്റ് വിൽ സ്ട്രെച്ച് വിത്ത് റെസ്പെക്ട് ടു ഡൈ ബ്ലോക്കിന്റെ ഷേപ്പിലേക്ക് സ്ട്രെച്ച് ആവും. ഇതിൽ ഡൈ ബ്ലോക്ക് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. ഡ്രോ ബെൻഡിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൈ ബ്ലോക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ഡൈ ബ്ലോക്കിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ഒരു പ്രഷർ ബാറിന്റെ ഒരു ചെറിയൊരു ഗ്യാപ്പിലൂടെ കണക്ട്, പ്രഷർ ബാർ അല്ലെങ്കിൽ പ്രഷർ ഡൈ എന്ന് പറയാം. ആ പ്രഷർ ഡൈൻ്റെ ഇടയിലേക്ക് ട്യൂബിനെ കണക്ട് ചെയ്തിട്ട് ഈ ഡൈ ബ്ലോക്കിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. ഈ ഡൈ ബ്ലോക്കിന്റെ ഷേപ്പ് ആ ഷേപ്പിലേക്ക് ബെൻഡ് ആവുകയാണ് ചെയ്യും. തേർഡ് വൺ ഇസ് കോൾഡ് കംപ്രഷൻ ബെൻഡിങ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കംപ്രഷൻ ബെൻഡിങ്ങിൽ ഡൈ ബ്ലോക്കും അതുപോലെ തന്നെ ക്ലാമ്പും ഫിക്സ്ഡ് ആയിരിക്കും. ഈ പ്രഷർ ബാർ ആയിരിക്കും മൂവിങ് ഉണ്ടാവും. സോ ഒരു റോളറിന്റെയും ഈ പൈപ്പിന്റെ മുകളിലൂടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണോ ബ്ലോക്കിന്റെ ഷേപ്പ് ആ ബ്ലോക്കിന്റെ ഷേപ്പിലേക്ക് ഇത് ബെൻഡ് ആവുകയാണ് ചെയ്യും. സോ ദിസ് ഈസ് കോൾഡ് കംപ്രഷൻ ബെൻഡിങ് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ടെർമിനോളജി ഓഫ് ഷീറ്റ് മെറ്റൽസ്, അത് കഴിഞ്ഞ് അഡ്വാൻറ്റേജസ് പഠിച്ചു, പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി, പിന്നെ അതിന്റെ കുറെ ടെർമിനോളജി നോക്കി, പ്രസ് ബ്രേക്ക് ഫോമിനെ പറ്റി ജസ്റ്റ് നോക്കി. Then we discussed about the 3 types of bending: stretch bending നോക്കി, ഡ്രോ ബെൻഡിങ് നോക്കി, കംപ്രഷൻ ബെൻഡിങ്. ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഒരു ഡ്രോ ബെൻഡിങ്ങിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക്
ഹലോ. സർ ഹലോ. നമുക്ക് സമയത്തിന്റെ നമുക്ക് അവസാനം സർ 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സർ ലാപ്ടോപ്പ് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? യെസ് മ്യൂട്ട് ആയിട്ട്. ഓക്കെ സർ. സർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് at what temperature usually sheet calculations are performed? യെസ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ടെമ്പറേച്ചർ യൂഷ്വലി ഷീറ്റ് മെറ്റൽ ആർ പെർഫോം എന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അല്ലേ? സർ അതെ. Most manufacturing process involving sheet metal are performed at room temperature. അതായത് സാധാരണഗതിയിലുള്ള റൂം ടെമ്പറേച്ചറിലാണ് ഇങ്ങനെയുള്ള പെർഫോമൻസ് എല്ലാം ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോൾഡ് വർക്കിംഗ് പ്രോസസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു കോൾഡ് വർക്കിംഗ് പ്രോസസ് ആയതുകൊണ്ട് റൂം ടെമ്പറേച്ചറിൽ ചെയ്താലാണ് പ്രിസിഷൻ ഫാക്ടേഴ്സ് ഹൈ ആയിട്ട്, അതേപോലെ തന്നെ ഗ്രെയിൻ സൈസ്, ഇന്റേണൽ structural defects ഇല്ലാതിരിക്കുകയും ചെയ്യും. So the most manufacturing process involving metal are usually performed at room temperature. സാധാരണഗതിയിൽ 2 type of sheet metal operations ഉണ്ട്, cutting and forming operations. Both are carried out in room temperature. Yes. Next question. Okay, sir. Inter question. Can you comment mechanical fibering? Mechanical fibering. Mechanical fibering എന്ന് വെച്ച് കഴിഞ്ഞാൽ it is nothing but it is related crystallographic anisotropy and mechanical fibering. Alignment of impurities in and void the thickness of the sheet is called mechanical fibering. അതായത് alignment of impurities internal structure to sheet metal. ഷീറ്റ് മെറ്റൽ ഏതൊരു മെറ്റീരിയൽ എടുത്താലും ഇന്റേണൽ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന ഇമ്പ്യൂരിറ്റീസ്, ആ ഇമ്പ്യൂരിറ്റീസ് അലൗബിൾ ലെവലിന് താഴുകയും അതോടൊപ്പം തന്നെ അതിന്റെ അലൈൻമെന്റും അതിന്റെ ഇൻക്ലൂഷൻസും വോയിഡ്സും ത്രൂ ഔട്ട് ദ തിക്നെസ്സിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നതിനാണ് മെക്കാനിക്കൽ ഫൈബറിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഡക്ടൈൽ പ്രോപ്പർട്ടി ഹൈ ആവും. ദിസ് ഈസ് കോൾഡ് ബേസിക്കലി മെക്കാനിക്കൽ ഫൈബറിംഗ് എന്ന് പറയാറുണ്ട്. Okay, sir. Sir, we do a question. Okay. Sir, in press brake forming, maximum length of sheet that can be bent is. Yeah. Maximum length of the sheet that can be bent. That is nothing but ഒരു ഷീറ്റ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1/8 ഇഞ്ച് വരെയുള്ളതിനെ തിക്നെസ് ഉള്ളതിനെ നമ്മൾ ഷീറ്റ് മെറ്റൽ എന്ന് പറയാറുണ്ട്. 0.4 to 6 millimeter വരെ ഷീറ്റ് മെറ്റൽ എന്ന് പറയാറുണ്ട്. ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഷീറ്റ് മെറ്റൽസ് 1/8 ഇഞ്ച് വരെയുള്ളത് ഉപയോഗിക്കാറുണ്ട്. അതിനൊക്കെ ഷീറ്റ് മെറ്റൽ എന്ന് പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ അപ്പോൾ ഈ ഷീറ്റ് അല്ലെങ്കിൽ നാരോ സ്ട്രിപ്സ് എന്ന് പറയുന്നത് the length of the narrow strips normally പറയാറ് 7 meter ആണ്. or even longer usually are bent in a press brake form. The machine utilizes long dies in a mechanical or in a hydraulic press is suitable for small production runs. ഈ press brake forming methodology ചെയ്യുന്ന സമയത്ത് ഷീറ്റ് utilizes long dies in a hydraulic press or mechanical press, particularly suitable for small manufacturing runs. The workpiece is positioned over the die block and formed by the punch that is forced into the die cavity. ഇതാണ് നോർമലി അതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ഈ ഷീറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 7 meters ആയിരിക്കും. സ്ട്രിപ്പ്
ലെങ്ത് എന്ന് പറയാം. സോ ഒരു സ്മോൾ പ്രൊഡക്ഷൻ യൂണിറ്റ്സിനാണ് ഇത് suitable ആയിരിക്കുക ബ്രേക്ക് ഫാമിംഗ്. ഓക്കെ സർ, താങ്ക് യു. നമ്മുടെ സെഷൻ കുറച്ചുകൂടി ബാക്കി ഉണ്ടായിരുന്നു, പക്ഷേ സമയപരിമിതി മൂലം നമുക്ക് ഇവിടെ നിർത്തേണ്ടി വരികയാണ്. ഇനി ഇതിന്റെ ബാക്കിയുള്ള സെഷൻസ് നമുക്ക് ഇതിന്റെ ബാക്കിയായി വീണ്ടും ഒരു ദിവസം തരാൻ ശ്രമിക്കാം എന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച് സർ ഫോർ കമ്മിങ്. താങ്ക് യു വെരി മച്ച്. Okay, thank you, sir. സോറി പറയാണ്, കാരണം ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂസ്, നെറ്റ്വർക്ക് ഇഷ്യൂസ് എനിക്ക് കംപ്ലീറ്റ് സെഷൻസും ക്യാരിഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ഒരു സാഹചര്യം ഇനി ഫ്യൂച്ചറിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിമൈനിങ് പോർഷൻസ് കൂടി എടുക്കാമെന്ന് വിചാരിക്കുന്നു. സോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും എൻ്റെ വിഷസ്, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. സോ ഇതിൻ്റെ വീഡിയോസ് എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഗോ ത്രൂ ദ വീഡിയോസ്. നിങ്ങൾക്ക് അത് നോക്കി തന്നെ ക്ലിയർ ആയിട്ടൊരു ഐഡിയാസ് തരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു, Esther. Thank you to everyone. Thank you so much, sir. Thank you.